Dear students, ഈ വീഡിയോയിലൂടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് നമ്മളതിൻ്റെ പ്രോബ്ലമൊക്കെ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ EOQ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്. ആൾജിബ്രിക് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം, ഡയഗ്രമാറ്റിക് മെത്തേഡിലൂടെ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആൾജിബ്രിക് മെത്തേഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, പക്ഷെ അതുപോലെ തന്നെയാണ് ഡയഗ്രമാറ്റിക് ആയിട്ട് നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അല്ലേ, പ്രധാനമായിട്ടും ഇവിടെ രണ്ട് തരത്തിലുള്ള കോസ്റ്റാണ് നമുക്ക് അതിൽ വരിക അല്ലേ. ഒന്ന് ഓർഡറിങ് കോസ്റ്റും വേറൊന്ന് ക്യാരിയിങ് കോസ്റ്റും. അപ്പോൾ ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡറിങ് കോസ്റ്റ് എന്തൊക്കെയാണ്, ക്യാരിയിങ് കോസ്റ്റ് എന്തൊക്കെയാണ്? So ordering costs, so these are costs which are associated with the purchasing and ordering of the material order ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന അതിനോടനുബന്ധിച്ച് വരുന്ന കോസ്റ്റുകളെയാണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയാണ് വരിക? കോസ്റ്റ് ഓഫ് സ്റ്റാഫ് പോസ്റ്റ് ഫോർ ഓർഡറിങ് ഗുഡ്സ് അല്ലേ. ഒരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കണമെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരുടെ സേവനം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാഫിൻ്റെ സാലറി, വേജസ് അല്ലേ, അങ്ങനെയൊക്കെ വരാം. Okay, then labor spend on this process is included in the ordering cost. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര സമയം അവർ ചിലവഴിക്കുന്നു, അതിന് എത്ര നമ്മൾ കൊടുക്കേണ്ടി വരുന്നു, അത് ഓർഡറിങ് കോസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് പർച്ചേസ് അല്ലേ. ഓരോ പ്രാവശ്യം ഓർഡർ ചെയ്യുമ്പോഴും ഗുഡ്സ് എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിൻ്റെ ഗോഡൗണിലേക്ക് വരണം. അതിന് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ചിലവാകും. ക്ലിയർ? അപ്പോൾ അത് വേറൊരു ചിലവായിട്ട് പറയാം. ഇൻസ്പെക്ഷൻ കോസ്റ്റ് അല്ലേ. ഈ ഗുഡ്സ് വന്ന ഉടനെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഓർഡർ ചെയ്തിട്ടുള്ള ഗുഡ്സ് തന്നെയാണോ ഇത്, അതിൻ്റെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ക്വാണ്ടിറ്റിയൊക്കെ ശരിയാണോ എന്ന് എന്ത് ചെയ്യണം, പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഇൻസ്പെക്ഷൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റുകൾ വരാം. ദെൻ കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി, ടൈപ്പിംഗ്, പോസ്റ്റേജ്, ടെലിഫോൺ, ടെലഗ്രാം അല്ലേ, ഇങ്ങനെയുള്ള ചാർജസ് ഒക്കെ വരാം. ഓർഡർ കമ്മ്യൂണിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. ഓക്കെ, ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, ഓർഡറിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓർഡറിങ് കോസ്റ്റുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഓർഡറിങ് കോസ്റ്റ്, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് മെഷർ ചെയ്യും അല്ലേ. എങ്ങനെയാണ് നമ്മൾ ആൾജിബ്രിക് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, സോ ദ കോസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് ബൈയിങ് കോസ്റ്റ്. ഇതിന് എന്തുകൂടെ പേര് പറയാം, ബൈയിങ് കോസ്റ്റ് എന്ന് കൂടെ പറയാം. കാരണം മെറ്റീരിയൽ ബൈ ചെയ്യാൻ വേണ്ടി, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റ് വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയണത്. ക്ലിയർ? ദെൻ ദ മെറ്റീരിയൽസ് ആർ മാനുഫാക്ചറേഴ്സ് ഇൻ ദ കൺസേൺ ആൻഡ് ദെൻ ദീസ് കോസ്റ്റ് വിൽ ബി നോൺ ആസ് സെറ്റപ്പ് കോസ്റ്റ്. ക്ലിയർ? ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ എന്ത് പറയുന്നു, അങ്ങനെ വരുന്ന സമയത്ത്. ക്ലിയർ? സോ വെൻ ദ മെറ്റീരിയൽസ് ആർ മാനുഫാക്ചർഡ് ഇൻ ദ കൺസേൺ, then these costs will be called as a setup cost. അപ്പോൾ അതുകൊണ്ട് ഇതുമായി അനുബന്ധിച്ച് വരാവുന്ന ചിലവുകളെ നമ്മൾ പറയുന്നു സെറ്റപ്പ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നു. Then these costs will include cost of setting up of machinery for manufacturing materials. Clear? ഒരു മെഷീനറി സ്ഥാപിക്കണം, ഇൻസ്റ്റാൾ ചെയ്യണം, സെറ്റപ്പ് ചെയ്യണം അല്ലേ. ഇതുമായി അനുബന്ധിച്ചിട്ട് വരുന്ന ചിലവുകളാണത്. ക്ലിയർ? അപ്പോൾ അതിനൊക്കെ വേണ്ടി വരുന്നതാണ് എന്ത് പറയുന്നത്, സെറ്റപ്പ് കോസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, then ordering costs are totaled up for the year and then divided by the number of orders placed each year. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓർഡറിങ് കോസ്റ്റ് പെർ അല്ലേ, ഒരു ഓർഡറിന് വേണ്ടി വരുന്ന കോസ്റ്റ് പെർ ഓർഡർ. ഒരു ഓർഡറിന് വേണ്ടി വരുന്ന കോസ്റ്റ് എത്ര എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക. ഓക്കെ, എനിവേ നെക്സ്റ്റ് വൺ ഈസ് ക്യാരിയിങ് കോസ്റ്റ്. എന്താണ് ഈ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇതിനെ ഹോൾഡിംഗ് കോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇൻവെൻട്രി സ്റ്റോറിൽ എടുത്തു വയ്ക്കുന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ നമ്മൾ എന്ത് പറയുക, ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയാം. ക്ലിയർ? അത് മാത്രമാണോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാത്രമാണോ ക്യാരിയിങ് കോസ്റ്റ് അല്ല അല്ലേ, വേറെയും ചില ഐറ്റംസ് വരും. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? സോ ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ദ മെറ്റീരിയൽ. ക്ലിയർ? ഇൻവെൻട്രീസിൽ നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ കോസ്റ്റ്, അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ്. ക്ലിയർ? അപ്പോൾ നമ്മൾ കടമെടുത്തിട്ടാണ് ചിലപ്പോൾ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ. എത്ര ക്യാപിറ്റൽ, എത്ര രൂപ നമ്മൾ അതിന് വേണ്ടി മുടക്കിയോ അത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരുന്നതാണ്. ഇനിയിപ്പോൾ പൈസ എടുത്തിട്ട് കടമൊന്നും വാങ്ങിച്ചിട്ടല്ലെങ്കിൽ പോലും അല്ലേ,
ഈ പൈസ കടം എടുത്തിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് റിട്ടേൺ കിട്ടുമോ അത് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റായിട്ട് ഇതിന് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്പർ 2, കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് which would have been used for the other purposes. Clear? സ്റ്റോറേജിൻ്റെ കോസ്റ്റ്, ഗുഡ്സ് കൊണ്ടുവന്നു അല്ലേ, അതിനെ സ്റ്റോർ ചെയ്യണം, അപ്പോൾ ഗോഡൗൺ വേണം, അതിൻ്റെ മെയിൻ്റനൻസ് അല്ലേ, അതിലാവശ്യമുള്ള ഫെസിലിറ്റീസ്, അതിൻ്റെ സ്റ്റോർ കീപ്പർ, ഇങ്ങനെയുള്ള അവരുടെ സാലറി, ഇതെല്ലാം എന്താ സ്റ്റോറേജ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകളാണ്. The next one is the loss of material due to deterioration and obsolescence. അല്ലേ, ഇപ്പോൾ മെറ്റീരിയൽ ഗോഡൗണിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഡിറ്റീരിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, ഒബ്സലേറ്റ് ആയിട്ട് മാറാം ചിലപ്പോൾ അല്ലേ. ടെക്നോളജി പെട്ടെന്ന് മാറുന്ന ഒരു ഫാസ്റ്റ് ചേഞ്ചിങ് ടെക്നോളജി ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കാം, മേ ബി ഒബ്സലേറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതും ഒരു കോസ്റ്റ് ഓഫ് അസോസിയേറ്റഡ് വിത്ത് ക്യാരിയിങ് അല്ലെങ്കിൽ ഹോൾഡിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇൻഷുറൻസ് കോസ്റ്റ്, ഒരു പക്ഷേ നമ്മൾ മെറ്റീരിയൽസിന് എന്ത് ചെയ്യേണ്ടായിരുന്നു, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടായിരുന്നു. സോ ദാറ്റ് വി നീഡ് ടു ഇൻകർ certain costs in the form of insurance premium, that is insurance cost. Then cost of spoilage and handling of material. മെറ്റീരിയൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ഹാൻഡ്ലിങ് സമയത്ത് ഡാമേജ് ചെയ്യാം, നഷ്ടപ്പെടാം, സ്പോയിലേജ് വരാം, ഇതിൻ്റെ കോസ്റ്റും ഇതുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോസ്റ്റുകളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇൻവെൻറ്ററിയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവുന്നു, ക്യാരിയിങ് കോസ്റ്റും ഉണ്ട്, ഓർഡറിങ് കോസ്റ്റും ഉണ്ട്. ക്ലിയർ? ഇൻവെൻറ്ററി കൂടുതൽ എടുത്ത് വയ്ക്കുന്തോറും, ക്ലിയർ, അപ്പോൾ അതിപ്പോൾ സ്റ്റോക്ക് ലെവൽസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇൻവെൻറ്ററി ലെവൽസ് ആണെന്ന് വിചാരിക്കുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇൻവെൻറ്ററിയുടെ ലെവൽ കൂടി വരുന്തോറും അല്ലേ ക്യാരിയിങ് കോസ്റ്റ് എന്ത് ചെയ്യും, കൂടി വരും. ക്ലിയർ? അപ്പോൾ ക്യാരിയിങ് കോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, അത് ഇൻവെൻറ്ററിയുടെ ലെവലിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? അതുപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ ഓർഡറിങ് കോസ്റ്റ്, ദാറ്റ് ഈസ് നമ്മളിതിന് ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റോക്ക് ലെവൽസ് കൊടുക്കുന്നു. ക്ലിയർ? ഇവിടെ നമ്മൾ കോസ്റ്റ് കൊടുക്കുന്നു വിചാരിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ സമർത്ഥം സ്റ്റോക്ക് ലെവൽസ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടണം, നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് കൂടി വരണം. ക്ലിയർ? അപ്പോൾ അതിനനുസരിച്ച് കൂടി വരുന്ന തരത്തിൽ കോസ്റ്റ് സ്റ്റോക്ക് ലെവലിനനുസരിച്ച് കൂടുന്ന തരത്തിൽ നമുക്കൊരു ഡയഗ്രാം വരയ്ക്കേണ്ടി വരും. ക്ലിയർ? അതുപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റോക്ക് ലെവൽ കൂട്ടി വെക്കുക. അതിൻ്റെ അർത്ഥം എന്താ, വെൻ സ്റ്റോക്ക് ലെവൽസ് ആർ ഇൻക്രീസിങ് ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഓർഡേഴ്സ് കുറയും. അങ്ങനെ സ്റ്റോക്ക് ലെവൽ കൂടുന്തോറും ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യും, കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ? സോ ദിസ് ഈസ് ഓർഡറിങ് കോസ്റ്റ്. ക്ലിയർ? ദിസ് ഈസ് ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്തതിനനുസരിച്ച്, ക്ലിയർ, ഈ രീതിയിൽ ടോട്ടൽ കോസ്റ്റ് മൂവ് ചെയ്യും. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ ടോട്ടൽ കോസ്റ്റ് വളരെ മിനിമം ആയിട്ട് നിൽക്കുന്നു. ക്ലിയർ? അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ക്ലിയർ? ഇങ്ങനെ ടോട്ടൽ കോസ്റ്റ് ഏറ്റവും മിനിമം ആയിട്ടുള്ളൊരു ലെവൽ ഏതാണോ ആ ലെവലിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ക്ലിയർ? ഇങ്ങനെ നമുക്ക് പറയാം. അതല്ല എങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ഓർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ക്ലിയർ, സ്റ്റോക്ക് ലെവൽസിന് വരെ നമ്പർ ഓഫ് ഓർഡേഴ്സ് കൊടുക്കുന്നു. അപ്പോൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂടുന്നതിനനുസരിച്ച്, ക്ലിയർ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയഗ്രാം തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഇതിന് EOQ അല്ലെങ്കിൽ ഓപ്റ്റിമം സ്റ്റോക്ക് ലെവൽ എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെ താഴെ ഇതിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. ക്ലിയർ? ഇവിടെ കൊടുത്തിരിക്കുന്നത് തിരിച്ചാണ്, കോസ്റ്റ് ഇൻ റുപ്പീസ്, ഇവിടെ കോസ്റ്റാണ് കാണിച്ചിരിക്കുന്നത്, ഇവിടെ നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂടുന്തോറും അല്ലേ കൂടി വരുന്തോറും, ഇതിപ്പോൾ 10 ഓർഡർ, ഇത് ഒരു ഓർഡർ, ഇത് രണ്ടാമത്തെ ഓർഡർ, ഇത് മൂന്നാമത്തെ ഓർഡർ, ഇത് നാലാമത്തെ ഓർഡർ അല്ലേ, ഇങ്ങനെ ഒരു വർഷത്തിൽ പ്ലേസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഓർഡേഴ്സിൻ്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഓർഡേഴ്സ് കൂടുന്തോറും അല്ലേ ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യും, ഓർഡേഴ്സിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, ഓർഡേഴ്സ് ഒറ്റ ഓർഡറേ ഉള്ളെങ്കിൽ വളരെ കോസ്റ്റ് കുറവായിരിക്കും. ഓർഡറിൻ്റെ എണ്ണം കൂടുന്തോറും എന്ത് ചെയ്യും, ഓർഡറിങ് കോസ്റ്റ് കൂടി വരും. അപ്പോൾ നമ്മൾ ഡയഗ്രാം ഈ രീതിയിൽ വരയ്ക്കേണ്ടി വരും. ക്ലിയർ? സോ ഇഫ് ഇറ്റ് റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് ഓർഡർ, ദെൻ ഓർഡറിങ് കോസ്റ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇറ്റ് വിൽ ഇൻക്രീസ് ആസ് ദി നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻക്രീസസ്. അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റ് എന്ത് സംഭവിക്കും, നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂടുന്തോറും സ്റ്റോക്കിൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തു വെക്കുന്ന സ്റ്റോക്കിൻ്റെ അളവ്, ഗോഡൗണിൽ എടുത്തു വെക്കുന്ന സ്റ്റോക്കിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ക്ലിയർ? അപ്പോൾ അതാണ് ഇവിടെ ക്യാരിയിങ് കോസ്റ്റ് ഈ രീതിയിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു ലെവലിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റ് നമ്മൾ എടുക്കുകയാണ്, ദിസ് ഈസ് ടോട്ടൽ കോസ്റ്റ്, അത് ഏറ്റവും മിനിമം ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഏത് ലെവലിലാണോ ടോട്ടൽ കോസ്റ്റ് മിനിമം ആയിട്ട് നിൽക്കുന്നത് അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓപ്റ്റിമം ഓർഡർ സൈസ് അല്ലെങ്കിൽ ഓപ്റ്റിമം നമ്പർ ഓഫ് ഓർഡർ അല്ലെങ്കിൽ ഓപ്റ്റിമം ഓർഡർ എന്ന് പറയാൻ പറ്റും.
ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ ഇതിപ്പം 1.5 ഓർഡർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വർഷത്തിൽ ഇത്ര ഓർഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു മാസമാണെങ്കിൽ ഇത്ര ഓർഡർ ചെയ്താൽ മതി. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്പർ ഓഫ് ഓർഡേഴ്സ് ഓപ്റ്റിമം ആയിട്ടുള്ളത് ഏതാണ്, അല്ലെ, ഇതിനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഏത് കോസ്റ്റിലാണത്, അതിൻ്റെ കോസ്റ്റ് എത്ര കുറഞ്ഞിട്ട് നിൽക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. സോ ദിസ് ഈസ് എ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ക്വാണ്ടിറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ എന്ത് ചെയ്യാം, അവിടെ ഈ നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ലെവൽസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റോക്ക്. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ലെവൽസ്, അല്ലെങ്കിൽ സ്റ്റോക്ക് ഐറ്റംസ്, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് വിചാരിക്കുക, ഇവിടെ കോസ്റ്റും കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഡയഗ്രാം തിരിച്ചിട്ടായിരിക്കും വരിക. ക്ലിയർ. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ക്വാണ്ടിറ്റി, സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് വരുന്നത്, ഇവിടെ വരുന്നത് കോസ്റ്റ് ആണെന്ന് വിചാരിക്കുക, അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, സ്റ്റോക്കിൻ്റെ ലെവൽ കൂടുന്തോറും വെൻ സ്റ്റോക്ക് ലെവൽസ് ആർ ഇൻക്രീസിങ്, ഇവിടെ സ്റ്റോക്ക് ലെവലാണ്, നമ്പർ ഓഫ് ഓർഡേഴ്സ് അല്ല, അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ക്യാരിയിങ് കോസ്റ്റ് ആയിരിക്കും ഇത്. ക്ലിയർ. ദിസ് ഈസ് ക്യാരിയിങ് കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ് ആയിരിക്കും ദിസ്. ടോട്ടൽ കോസ്റ്റ് തന്നെയാണ് വരിക. ക്ലിയർ. ഇത് എവിടെ വെച്ചിട്ടാണോ ടോട്ടൽ കോസ്റ്റ് മിനിമം ആയിട്ട് നിൽക്കുന്നത്, ഇതിന് നമ്മൾ എന്ത് പറയും, EOQ. ദിസ് ലെവൽ ഈസ് കോൾഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ. സോ അപ്പോൾ നമ്മൾ നോക്കിയത് നമ്പർ ഓഫ് ഓർഡേഴ്സിൻ്റെ കേസിൽ നമുക്ക് എടുക്കാൻ പറ്റും, അല്ലേ. നമ്പർ ഓഫ് ഓർഡേഴ്സ്, എത്ര ഓർഡേഴ്സാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ക്ലിയർ. ഹൗ മെനി ഓർഡേഴ്സ് വി നീഡ് ടു പ്ലേസ്, ക്ലിയർ, പെർ ഇയർ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ, അല്ലെങ്കിൽ പെർ മന്ത്. ആ രീതി നമ്മൾ എടുക്കാൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസർട്ടൈൻ. ഇത് സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് വെച്ച് നമ്മൾ എടുത്തു, അല്ലേ. അപ്പോൾ നമുക്കൊരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമുക്കായിട്ട് കിട്ടും. ക്ലിയർ. സോ ദിസ് ക്വാണ്ടിറ്റി, ഇതിനെ നമ്മൾ EOQ എന്ന് പറയുന്നു, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇനിയിപ്പോൾ സ്റ്റോക്കിൻ്റെ ലെവൽസ് ആണെന്ന് വിചാരിക്കുക. സ്റ്റോക്ക് ലെവൽസ് ആണെങ്കിൽ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ X ആക്സിസിൽ നമ്മൾ സ്റ്റോക്ക് ലെവൽസ് കൊടുക്കും, ക്ലിയർ. Y ആക്സിസിൽ കോസ്റ്റ് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതേപോലെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ലെവൽ കൂടുന്തോറും ക്യാരിയിങ് കോസ്റ്റ് കൂടി വരും, ഓർഡറിങ് കോസ്റ്റ് എന്തെങ്കിലും കുറഞ്ഞു വരും, ടോട്ടൽ കോസ്റ്റ് അതിനനുസരിച്ച് വരും. ക്ലിയർ. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഏറ്റവും മിനിമം ആയിട്ട് നിൽക്കുന്നതും ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന നല്ലൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് ഓപ്റ്റിമം സ്റ്റോക്ക് ലെവൽ. ഒരു ഫേമിൽ എത്രമാത്രം സ്റ്റോക്ക് എപ്പോഴും വേണം, അല്ലെങ്കിൽ എത്ര സ്റ്റോക്ക് നമുക്ക് ഓപ്റ്റിമം ആയിട്ടുണ്ട്, അപ്പോൾ ഓപ്റ്റിമം ഇൻവെൻറ്ററി എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഇതേ ഡയഗ്രാം തന്നെ, EOQനെ നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്രാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്റ്റിമം സ്റ്റോക്ക് ലെവൽസ്, ക്ലിയർ, സ്റ്റോക്ക് ലെവൽ അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇത് സ്റ്റോക്ക് ലെവൽസ് കൂടുന്തോറും ക്യാരിയിങ് കോസ്റ്റ് കൂടും. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് നമ്മൾ അതിനനുസരിച്ച് വരച്ചു. സ്റ്റോക്ക് ലെവൽസ് വളരെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതോറും ഓർഡറിങ് കോസ്റ്റ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓർഡറിങ് കോസ്റ്റിന് ആ രീതിയിൽ ചെയ്തു. ടോട്ടൽ കോസ്റ്റ് അതിനനുസരിച്ച് ഏറ്റവും മുകളിൽ വരച്ചു. ക്ലിയർ. ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന പോയിന്റ്, അത് മിക്കവാറും ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് ബിറ്റ്വീൻ ക്യാരിയിങ് ആൻഡ് ഓർഡറിങ് കോസ്റ്റ് ആയിരിക്കും. ആ ലെവൽ, ഇതിൽ ഈ ലെവലിൽ ഏതാണോ വരുന്നത്, ക്ലിയർ. മേ ബി സേ ഫോർ എക്സാമ്പിൾ 1000 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1000 യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഓപ്റ്റിമം സ്റ്റോക്ക് ലെവൽ. ക്ലിയർ. അപ്പോൾ ഇത് EOQ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ EOQ, ഇത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ. സോ ദിസ് ഈസ് ദി ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഓപ്റ്റിമം സ്റ്റോക്ക് ലെവൽ എന്താണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് വരച്ചിട്ടല്ലേ, ഓപ്റ്റിമം സ്റ്റോക്ക് ലെവൽ ഈസ് ദാറ്റ് level of stock or inventory in which the ordering cost and carrying cost are its minimum. That is, the total cost of inventory is at its lowest, clear, or the lowest minimum. അപ്പോൾ ആ രീതിയിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി ഏറ്റവും മിനിമം ആയിട്ട് നിൽക്കുന്നത് ഏത് ലെവൽ ഓഫ് സ്റ്റോക്കിലാണോ അതിനെ ഓപ്റ്റിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയാം എന്ന് നമുക്ക് പറയാം. ഓക്കെ. സോ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ had estimated that these costs between 15% to 20% of the total cost. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ 15 മുതൽ 20% വരെ ഈ കോസ്റ്റുകളാണെന്നാണ് പറയുന്നത്. ക്ലിയർ. ദെൻ ദ ലോങ്ങർ ദി മെറ്റീരിയൽസ് കെപ്റ്റ് ഇൻ സ്റ്റോക്ക്, the costlier it become by 20% every year. Clear. അതുപോലെ തന്നെ കൂടുതൽ സമയം നമ്മൾ സ്റ്റോക്കിൽ സാധനം എടുത്തു വെക്കുന്നതോറും, അല്ലേ, എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കോസ്റ്റ് കൂടുന്നു. ക്ലിയർ. 20% വെച്ചിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് അത്രയും കൂടുന്നുള്ള സാധ്യതയുണ്ട്. സോ ദി ഓർഡറിങ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് ഹാവ് റിവേഴ്സ് റിലേഷൻഷിപ്പ്. അത് നമ്മൾ നോക്കി, അല്ലേ. ഓർഡറിങ് കോസ്റ്റ് കൂടിക്കൊണ്ട് വരുമ്പോൾ ക്യാരിയിങ് കോസ്റ്റ് കുറയും, അല്ലെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് കൂടിക്കൊണ്ട് വരും. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണുള്ളത് ഓർഡറിങ് കോസ്റ്റിനും ക്യാരിയിങ് കോസ്റ്റിനും. ക്ലിയർ. അതുകൊണ്ടാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ദി ഓർഡറിങ് കോസ്റ്റ് ഗോസ് അപ്പ് when with the increase in the number of orders placed. On the other hand, carrying costs go down per unit with the increase in the number of units purchased in store. Clear. അപ്പോൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നതോറും
കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവരും കൂടുതൽ സ്റ്റോക്ക് കിടക്കും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ക്യാരിയിങ് കോസ്റ്റ് കൂടും. ക്ലിയർ? അതുപോലെ തന്നെയാണ് നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ, വളരെ കുറച്ച് സ്റ്റോക്കിൽ വെച്ചിട്ട് നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓർഡറിങ് കോസ്റ്റും കൂടും അല്ലേ. അപ്പോൾ ഇതിന് രണ്ടിനും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്റ്റിമൈസ് ചെയ്യണം, ഒരു ബാലൻസിങ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യണം. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ളൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബാലൻസ്ഡ് ലെവൽ ഓഫ് സ്റ്റോക്കിനെയാണ് ഓപ്റ്റിമം സ്റ്റോക്ക് ലെവൽ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇത് EOQയുമായി ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ വരുന്ന ഒരു കാര്യമാണ് ഈ ഓപ്റ്റിമം സ്റ്റോക്ക് ലെവൽ. ഓക്കെ, ABCയുടെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു അല്ലേ, ABC ആണ് ആൾവേസ് ബെറ്റർ കൺട്രോൾ. അപ്പോൾ അതിൽ പല ഓർഡേഴ്സും ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു പെർസെൻറ്റേജ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ നമുക്ക് ഏത് രീതിയിൽ വേണേൽ എടുക്കാം. പക്ഷേ മോസ്റ്റ്ലി ഒരു 10% ഓഫ് ദി ഐറ്റം വിൽ ഹാവ് 70% ഓഫ് ദി വാല്യൂ. ഇത് സെയിം ആയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ക്ലിയർ? 20% ഓഫ് ദി ഐറ്റം വിൽ ഹാവ് 20% ഓഫ് ദ വാല്യൂ, ആൻഡ് അനദർ റിമൈനിങ് 70% ഓഫ് ദി ഐറ്റം വിൽ ഹാവ് ഓൺലി 10% ഓഫ് ദ വാല്യൂ. ഇത് നേരത്തെ പറഞ്ഞപ്പോൾ 5% എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരുന്നത് നമ്മൾ. ക്ലിയർ? അത് അങ്ങനെയും വരാം, അല്ലെങ്കിൽ ഈ രീതിയിലും വരാം കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ് ക്ലിയർ, വളരെ കുറച്ച് ശതമാനം ഐറ്റത്തിന് കൂടുതൽ വാല്യൂ വരുന്നു എന്നേ ഇതിൻ്റെ അർത്ഥമുള്ളൂ. ക്ലിയർ? അതുപോലെ വളരെ കൂടുതൽ ഐറ്റത്തിന് വളരെ കുറച്ച് മാത്രമേ വാല്യൂ വരുന്നുള്ളൂ എന്നാണ് ഇതിൻ്റെ മീനിങ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? ചില ആൾക്കാർ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 70% പകരം 80% കൊടുക്കാറുണ്ട്. ക്ലിയർ? ഇവിടെ 10 പകരം 5% കൊടുക്കാറുണ്ട്. ഇവിടെ 20 പകരം 10 15 കൊടുക്കാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ 60 65 70 വരും. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് എന്ന നിലയിൽ A ക്ലാസസ് ഓഫ് മെറ്റീരിയൽ, A കാറ്റഗറി മെറ്റീരിയൽ എന്ന് പറയുന്നത് 10% ഓഫ് ദി ഐറ്റം clear having 70% of the value, B means 20% of the item having 20% of the value, C means 70% of the item having 10% of the value. ഇങ്ങനെ നമുക്ക് പറയാം. Then so next one is lead time അല്ലേ. നമ്മൾ ലീഡ് ടൈമിനെ കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇൻവെൻട്രി ഓർഡർ ചെയ്ത് പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് അത് കിട്ടുന്നത് വരെയുള്ള സമയത്തിന് പറയുന്ന പേരാണ് ടൈം ലാഗ് ഓർ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ പ്ലേസിംഗ് ആൻ ഓർഡർ ആൻഡ് റിസീപ്റ്റ് ഓഫ് ഗുഡ്സ്. ഇത് നമ്മൾ പറയുന്ന പേരാണ് ലീഡ് ടൈം. ക്ലിയർ? സോ ലീഡ് ടൈം ഇസ് ദ പീരീഡ് ദാറ്റ് അലാപ്സ് ബിറ്റ്വീൻ ദി recognition of a need and its fulfillment. ക്ലിയർ? ഒരു കാര്യത്തിൻ്റെ ആവശ്യകതയും അതിൻ്റെ സാധിക്കലും. ക്ലിയർ? ഇത് രണ്ടും തമ്മിലുള്ള ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് ലീഡ് പീരീഡ് അല്ലെങ്കിൽ ലീഡ് ടൈം അല്ലെങ്കിൽ ലീഡ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ there is a direct relationship between lead time and inventory. ഇപ്പോൾ ഇൻവെൻട്രിയുടെ കേസ് എന്താ, the level of inventory of an item depends upon the length of the lead time. ലീഡ് ടൈമിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ലെവൽ ഓഫ് ഇൻവെൻട്രി കൂടുക. ലീഡ് ടൈം വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ കിട്ടാൻ കുറേ സമയം എടുക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത്രയും കൂടുതൽ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോക്കിൽ കൂടുതൽ എടുത്ത് വയ്ക്കണം. പക്ഷേ ലീഡ് ടൈം വളരെ കുറവാണെന്ന് വിചാരിക്കുക. ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ലെവൽ വളരെ മിനിമം ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ സപ്പോസ് ലീഡ് ടൈം ഈസ് 1 month, then any action taken now will have an effect only after 1 month. അല്ലേ? ഇപ്പം നമ്മളൊരു പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ടേ മെറ്റീരിയൽ കിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ, ഈ 1 മാസം വരെയുള്ള ഇൻവെൻട്രി നമ്മൾ എന്തായാലും എടുത്തു വയ്ക്കണം അല്ലേ, സ്റ്റോക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ലീഡ് ടൈം കൂടും. ഇപ്പോൾ 2 മാസമാണ് ലീഡ് ടൈം എങ്കിൽ അതിനനുസരിച്ച് ഇൻവെൻട്രി സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ലീഡ് ടൈം 10 days മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വളരെ ഇൻവെൻട്രി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ലീഡ് ടൈമും ഇൻവെൻട്രിയും തമ്മിൽ ബന്ധമുണ്ട്. ഓക്കെ, ദെൻ so during the lead time there will be no delivery of materials of consuming departments will have to be served from the inventory cell. അപ്പോൾ ഈ ലീഡ് ടൈമിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഓർഡർ ചെയ്തു എങ്കിലും മെറ്റീരിയൽസ് കിട്ടാത്ത സമയമാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നിലവിലുള്ള ഗോഡൗണിലുള്ള സ്റ്റോക്കിലുള്ള മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നൽകേണ്ടതായിട്ടാണ്. അത്രയും സ്റ്റോക്ക് വെക്കണം, അത്ര ബഫറായിട്ട് നമ്മൾ വെക്കേണ്ടി വരും. ഓക്കെ, സോ ലീഡ് ടൈം ഈസ് ആൾസോ ഹാസ് 2 components. 2 തരത്തിലുള്ള ലീഡ് ടൈം നമുക്ക് പ്രധാനമായിട്ട് പറയാറുണ്ട്. ലീഡ് ടൈം ഓഫ് എ കമ്പനി, ദാറ്റ് ഈസ് കോൾഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം, ആൻഡ് from initiation of an order, purchasing order, and the lead time of the producer, that is known as delivery lead time. ഇപ്പോൾ 2 തരത്തിലുള്ള ലീഡ് ടൈം ആണുള്ളത്. പ്രൊഡ്യൂസേഴ്സ് ലീഡ് ടൈം ഉണ്ട്, ഇതിനെ നമ്മൾ ഡെലിവറി ലീഡ് ടൈം എന്ന് പറയുന്നു. ക്ലിയർ? ഇറ്റ്സ് കോൾഡ് ഡെലിവറി ലീഡ് ടൈം. ക്ലിയർ? അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർ? അത് ബിസിനസ്സിൻ്റെ
സ്പെസിഫിക് ആയിട്ട് വരുന്ന ലീഡ് ടൈമാണ്. എന്ത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം കൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്കറിയാം. ഒരു പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യാം അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? ചെയ്യണമെന്നില്ല. അപ്പോൾ അതിനൊരു പ്രോസസ്സ് ഉണ്ടാവും, ഒരു പ്രൊസീജിയർ ഉണ്ടാവും. നിങ്ങൾ കോഴ്സിംഗിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മളൊരു മെറ്റീരിയൽ റിക്വസിഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ? ഇത്ര മെറ്റീരിയൽസ് വേണമെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിയിക്കണം. ആ മെറ്റീരിയൽ റിക്വസിഷൻസ് എല്ലാം എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. അതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യണം? ഒരു ഇൻഡൻറ്റ് തയ്യാറാക്കി ക്ലിയർ മെറ്റീരിയൽ റിക്വയർമെൻറ്റിനെ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസ്ട്രക്ഷൻ പോകണം. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഫയൽസൊക്കെ പോയി പർച്ചേസ് മാനേജർ അത് സാങ്ഷൻ ചെയ്ത് അല്ലേ താഴേക്ക് വന്ന് ക്ലർക്ക് അതൊക്കെ ടൈപ്പിസ്റ്റോ ക്ലർക്ക് അതൊക്കെ ടൈപ്പ് ചെയ്ത് ഇന്ന കമ്പനിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൊട്ടേഷൻ വിളിക്കേണ്ടി വരും, ചിലപ്പോൾ ടെൻഡർ വിളിക്കേണ്ടി വരും അല്ലേ? അപ്പം ഇങ്ങനെയുള്ള പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു പർച്ചേസ് ഓർഡറായിട്ട് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത് വരെയുള്ള സമയത്തിനെയാണ് എന്ത് പറയുക? അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം എന്ന് പറയുക. ഇത് എവിടെ വരുന്ന ഗ്യാപ്പാണ്? ടൈം ഗ്യാപ്പാണ്. ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എങ്കിൽ പോലും ക്ലിയർ ഒരു പർച്ചേസ് ഓർഡർ ആക്ച്വലി കൊടുക്കുമ്പോൾ അതിന് ഒട്ടനവധി ഡിലേ വരും. ക്ലിയർ? അപ്പോൾ ഈ ഡിലേ എന്താ? ഇത് ഇപ്പോഴും നമ്മുടെ സപ്ലയറുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവില്ല. കാരണം എന്താ? ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ പർച്ചേസ് ഓർഡറൊക്കെ ആക്കി അതിനുള്ള പ്രോസസ്സൊക്കെ ചെയ്ത് ആക്കി പോസ്റ്റലായിട്ട് അയച്ച് അത് അവിടെ കിട്ടുന്ന സമയത്തെ അവർക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവരെ വരുന്ന സമയം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡിലേ ആണ് അല്ലേ? അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം എന്ന് പറയും. പ്രൊഡ്യൂസർ ലീഡ് ടൈം എന്താ? ഒരു ഓർഡർ കമ്പനിയിൽ കിട്ടി, സപ്ലയർ കമ്പനിയിൽ കിട്ടിയ ഉടനെ അവരത് അയച്ചു കൊടുക്കുകയോ ചെയ്യില്ല. അപ്പോൾ അവർക്കും എന്തുണ്ടാവും? അവിടെ സിമിലർ ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ടാവും. ആരിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇത് കൊടുക്കാൻ പറ്റുമോ? ഏത് റേറ്റാണ് അവർ കോട്ട് ചെയ്തിരിക്കുന്നത്? നമുക്കത് ആ റേറ്റിന് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഏത് കണ്ടീഷനിലാണ് പ്രൈസിങ് ചെയ്തിരിക്കുന്നത്? ക്ലിയർ? ഫാക്ടറി കോസ്റ്റ് അല്ലേ? ഫാക്ടറി കോസ്റ്റിനാണോ അവർ ഓർഡർ ചെയ്തിരിക്കുന്നത്? അതോ ഇൻഷുറൻസും ഫ്രൈറ്റും എല്ലാം കൂടെ ചേർത്തിട്ടാണോ ചെയ്യുന്നത്? അങ്ങനെയുള്ള ഒട്ടനവധി കൺസിഡറേഷൻസ് ഒക്കെ എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു? ഈ പർച്ചേസ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തീരുമാനമൊക്കെ എടുത്ത് അല്ലേ? ക്രെഡിറ്റ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ക്രെഡിറ്റ് സാങ്ഷനൊക്കെ വാങ്ങിച്ച് എന്നിട്ട് ഓർഡറൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ആർക്ക് കൊടുക്കുന്നു? കൈമാറുന്നു? സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? സ്റ്റോക്ക് അല്ലേ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇൻവെൻട്രിയിലെ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു? അത്ര ഫിനിഷ്ഡ് ഗുഡ്സ് എടുത്ത് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എടുത്ത് എന്ത് ചെയ്യുന്നു? ഇവർക്ക് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി പാക്കിങ്ങും അല്ലേ പാക്കേജിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കുന്നു. എന്നിട്ട് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യും. ഈ ഇൻവോയ്സിനെ പ്രിപ്പയർ ചെയ്ത ശേഷമാണ് അത് അയച്ചു കൊടുക്കുന്നത്. ക്ലിയർ? ഇങ്ങനെ അയച്ചു കൊടുത്ത ഉടനെ കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ബിസിനസ്സിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെയും എന്തുണ്ടാവാം? ടൈം ഡിലേ ഉണ്ടാവും. ഇതിന് പറയുന്ന പേരാണ് പ്രൊഡ്യൂസേഴ്സ് ലീഡ് ടൈം. ക്ലിയർ? അല്ലെങ്കിൽ ഡെലിവറി ലീഡ് ടൈം. ഡെലിവറിക്ക് വേണ്ടി വരുന്ന ലീഡ് ടൈം. ക്ലിയർ? അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം എന്താ? നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലീഡ് ടൈമാണ്. ക്ലിയർ? അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ലീഡ് ടൈം പ്രധാനമായിട്ടും നമുക്ക് അവൈലബിൾ ആണ്. So administrative lead time also follows after the delivery is taken. Then the functions of inspection, material handling, transportation, then factory also takes some time. അല്ലേ? ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ വന്നാൽ തന്നെയും വീണ്ടും കുറേ വർക്കുകളുണ്ട് അല്ലേ? മെറ്റീരിയൽ ഇൻസ്പെക്ട് ചെയ്യണം, മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യണം, ലോഡിങ് അൺലോഡിങ് ചെയ്യണം, അതിന് ഗോഡൗണിലേക്ക് എത്തിക്കണം അല്ലേ? അപ്പോഴും കുറേ ടൈം ഡിലേ വരും. Then administrative lead time is in the hands of those dealing with the material procurement. Material procurement ആരാണ് ചെയ്യുന്നത്? അവരുമായി അനുബന്ധിച്ച് വരുന്ന ലീഡ് ടൈമിൻ്റെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലീഡ് ടൈം എന്ന് പറയുക. സോ ഡെലിവറി ലീഡ് ടൈം ഹാസ് ടു ബി നെഗോഷിയേറ്റഡ് അറ്റ് ദി ടൈം ഓഫ് പർച്ചേസ്. ക്ലിയർ? പ്രിപ്പയറിങ് പർച്ചേസ് കോൺട്രാക്ട്. ഒരു പർച്ചേസ് കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിന് എത്ര സമയത്തിനുള്ളിൽ അത് കിട്ടുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നെഗോഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ക്ലിയർ? സപ്ലയറുമായിട്ട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ട് ചെയ്യേണ്ടതാണ്. So it is often seen that bulk of the lead time is taken by administrative lead. Clear? മിക്കവാറും സമയം അഡ്മിനിസ്ട്രേറ്റീവ് ലീഡിനായിരിക്കും കൂടുതൽ വരുന്നത്. So that is the time over which the company has control, but still too much time is taken in receiving and inspection of goods. ക്ലിയർ? ഒരു പർച്ചേസ് ഓർഡർ നൽകാനും അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അൺലോഡ് ചെയ്ത് ഇൻസ്പെക്ഷനൊക്കെ ചെയ്ത് ക്വാളിറ്റി ഉറപ്പ് വരുത്തി ഗോഡൗണിലേക്ക് പാസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനൊക്കെ ഒട്ടനവധി സമയമെടുക്കും. ഇങ്ങനെയുള്ള സമയത്തിൻ്റെ ഡിലേക്കൊക്കെ കൂടി ചേർത്തിട്ട് നമുക്ക് ലീഡ് ടൈം എന്ന് പറയാം. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ലീഡ് ടൈം. ക്ലിയർ? ഇതും പരീക്ഷയ്ക്ക് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ തരുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് some of the topic clear related to inventory management.